ചാപ്റ്റർ 4 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതത്തിലെ പ്രോബ്ലം ചെയ്യാം. അതായത് നമുക്ക് സമയം കുറവായതുകൊണ്ട് എല്ലാ പോർഷനിലും എല്ലാ ചാപ്റ്ററിലൂടെയും കടന്നു പോകേണ്ടതുകൊണ്ടാണ് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രം ചെയ്യുന്നത്. ഇത്തവണ 4ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് 2 ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈച്ച് ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ആർ റിട്ടൺ ഇൻ സ്മോൾ പേപ്പർ പീസസ് ആൻഡ് കെപ്റ്റ് ഇൻ എ ബോക്സ്. മാത്തമാറ്റിക്സ് എന്ന വേർഡിലെ ഓരോ ലെറ്ററും എം, എ, ടി ഇങ്ങനെ ഓരോ ലെറ്ററും ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതി ഒരു ബോക്സിലിടുന്നു. വൺ ഈസ് ടേക്കൺ ഫ്രം ദ ബോക്സ് വിതൗട്ട് ലുക്കിംഗ്. അതായത് നമ്മൾ ആ ബോക്സിൽ നിന്ന് ഒരു ലെറ്റർ നമ്മളിട്ട പേപ്പർ പീസസിൽ ഒരെണ്ണം എടുക്കുന്നു, നോക്കാതെ തന്നെ എടുക്കുന്നു. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എം എന്ന ലെറ്റർ കിട്ടുവാനുള്ള ചാൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ MATHEMATICS 11 ലെറ്റേഴ്സാണ് ടോട്ടലുള്ളത്. അതിൽ എം എന്ന ലെറ്റർ 2 എണ്ണമാണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 2/11. മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരവും ചെറിയ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിലിടുന്നു. നോക്കാതെ പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്താൽ എം ലഭിക്കാനുള്ള സാധ്യത. അത് 2/11 കാരണം എം എന്ന ലെറ്റർ 2ഉം ടോട്ടൽ ലെറ്റേഴ്സ് 11 എണ്ണമാണുള്ളത്. അപ്പോൾ 2/11 ആൻസർ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റേഡിയസ് ഓഫ് ദ ബിഗ് സർക്കിൾ ഈസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദി സ്മോൾ സർക്കിൾ. എ ഫൈൻ ഡോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ടു ദ ഫിഗർ വിതൗട്ട് ലുക്കിംഗ്. ദ പ്രോബബിലിറ്റി ഓഫ് ഫോളിങ് ദ ഡോട്ട് ഇൻ ദ അൺഷെയ്ഡഡ് പാർട്ട്. അതായത് നമുക്കിവിടെ 2 സർക്കിൾസാണ് തന്നിരിക്കുന്നത്, ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും. ഈ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് വലിയ സർക്കിളിൻ്റെ റേഡിയസ്. അങ്ങനെയെങ്കിൽ നോക്കാതെ കുത്തിട്ടാൽ ഈ അൺഷെയ്ഡഡ് പാർട്ടിൽ വരുവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വലിയ വൃത്തത്തിൻ്റെ ആരം ചെറിയ വൃത്തത്തിൻ്റെ വ്യാസത്തിന് തുല്യമാണ്. നോക്കാതെ ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം, പിന്നെ ഈ ചെറിയ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ ഏരിയയിൽ നിന്ന് ചെറുതിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ ആയിരിക്കും ഇവിടെ വരുവാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ ആയിരുന്നു കുത്ത് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയയെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഇതിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. ആ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയയെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. അതായത് ഇതിൻ്റെ ആൻസർ 3/4 ആണ് വരുന്നത്. അത് കിട്ടുന്ന മെത്തേഡ് പറഞ്ഞു തരാം. അതായത് ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദി സ്മോൾ സർക്കിൾ. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മൾ സ്മോൾ ആർ എടുക്കുക. അതായത് റേഡിയസ് എന്ന് പറയുമ്പം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള നീളം. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ത് വരും? 2r വരും. ഇത് സ്മോൾ ആർ എടുത്താൽ ഇതിൻ്റെ ഡയമീറ്റർ 2r വരും. ആ 2r ആണ് വലിയ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ദെൻ 2r വിൽ ബി ദ റേഡിയസ് ഓഫ് ദി ബിഗ് സർക്കിൾ. സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് ആണെങ്കിൽ 2r എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ദി ബിഗ് സർക്കിൾ, വലിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണല്ലോ, π × റേഡിയസ് സ്ക്വയർ ആണല്ലോ. പക്ഷേ ഇവിടെ r എന്ന് പറയുന്നത് 2r ആണ്, റേഡിയസ് എന്ന് പറയുന്നത് 2r ആണ്. അപ്പോൾ π × 2r ഹോൾ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 4πr² എന്ന് ആൻസർ കിട്ടും. വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് 4πr² എന്ന് കിട്ടുന്നു. ഇനി ഏരിയ ഓഫ് ദി സ്മോൾ സർക്കിൾ, ചെറിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. അപ്പോൾ π × r² ആണ് അതിൻ്റെ പരപ്പളവ്, അല്ലെങ്കിൽ ചെറിയ വൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ. അപ്പോൾ അൺഷെയ്ഡഡ് പോർഷൻ, അതായത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ഏരിയ, അത് എന്ത് വരും? വലിയ വൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് 4πr² നിന്ന് ചെറിയ വൃത്തത്തിൻ്റെ പരപ്പളവ് കുറയ്ക്കുന്നു, πr² കുറയ്ക്കുന്നു. അപ്പോൾ 3πr² കിട്ടും. ഇനി എന്താണ്? നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഫോളിങ് ഡോട്ട് ഇൻ ദ അൺഷെയ്ഡഡ് പോർഷൻ. അൺഷെയ്ഡഡ് പോർഷനിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത്
കുത്ത് വീഴാനുള്ള സാധ്യത എന്താണ്? 3πr² ബൈ 4πr². പൈയും πr² ക്യാൻസൽ ആയി പോകും. 3/4 എന്ന ആൻസർ കിട്ടും.